കാര്യം മനസ്സിലാക്കിയ ബ്രൗൺ ബിയേർഡ് അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ സീസറിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കുകയാണ്. അത് കണ്ട മഞ്ഞ വില്ലന്മാര് ബിയേർഡിനെ തടഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ? മാസ്റ്ററിനെ നീ കൊല്ലാൻ നോക്കുകയാണോ? ബ്രൗൺ ബിയേർഡ് ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ സീസർ അവനൊരു ഇഞ്ചക്ഷൻ ഇപ്പൊ നമ്മുടെ ബ്രൗൺ ബിയേർഡിന്റെ നിതംബത്തിൽ തന്നെ പതിപ്പിക്കും. ഒന്നും പറയാൻ കഴിയാതെ പാവം നമ്മുടെ ബ്രൗൺ ബിയേർഡ് താഴേക്ക് വീഴും. മഞ്ഞവില്ലന്മാരാണെങ്കിൽ ഒരു കോമഡി സിനിമ കാണും പോലെ ആ കാഴ്ചകൾ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം സീസർ അവൻ ബ്രൗൺ ബിയേർഡിന്റെ ചെവിയിൽ പറയും, നിന്റെ ഫ്രണ്ട്സിന് എന്ത് സംഭവിച്ചു എന്നല്ലേ? അവരെ എല്ലാവരെയും ഞാൻ കൊന്നു. അവരെങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയാം. ബ്രൗൺ ബിയേർഡിനാണെങ്കിൽ അത് താങ്ങാനാവില്ല. അവനാണെങ്കിൽ പൊട്ടിക്കരയും. അതുമാത്രമല്ല, 4 വർഷങ്ങൾക്കുണ്ടായ ആ വലിയ എക്സ്പ്ലോഷർ അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അവള് പോയ നമ്മുടെ ബ്രൗൺ ബിയേർഡ് അവൻ ആ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ സീസറിനെ അച്ചറം പൊച്ചറം വെട്ടാനായിട്ട് തുടങ്ങും. സീസർ ആണെങ്കിൽ അവന്റെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെ ബ്രൗൺ ബിയേർഡ് വിളിച്ചു പറയും, പ്ലീസ് നിങ്ങൾ ഇനിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഈ സീസർ ഇവൻ നിങ്ങൾ കരുതും പോലെയല്ല, അവൻ ദുഷ്ടനാണെന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ അവർക്കാണെങ്കിൽ കലി കയറി. ആ ഒരു ബ്രൗൺ ബിയേർഡിനെ ഷൂട്ട് ചെയ്യാനായിട്ട് അവന് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്.